ബാദ്ഷാ. ജീവിക്കാൻ വേണ്ടിയാണ് ചിലർ മാഫിയ ഗാങ്ങിൽ ചേരുന്നത്. ഭയം കൊണ്ടും ചിലരവിടെ എത്തിപ്പെടാറുണ്ട്. എന്നാൽ ബാദ്ഷാ സ്വന്തം പിതാവിന് വേണ്ടിയാണ് മാഫിയ ഗാങ്ങിലെത്തിയത്. ബാദ്ഷാ, മാഫിയ ലോകത്തെ മുഴുവൻ നീ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഗ്രേറ്റ്. പക്ഷെ അത് വലിയ തെറ്റായി പോയി. മാഫിയ കിങ് ഗോഡ് ഫാദർ സേതുബായിയെ നീ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ ക്രേസി റോബോട്ടിന്റെ ബ്രദറിനെ നീ കൊന്നു. ഈ ക്രേസി റോബോട്ട് ഒരു സിനിമാ ഭ്രാന്തനാ. ഡെയിലി 2 സിനിമയെങ്കിലും കാണും ഞാൻ. അത് കാണുമ്പോ എനിക്കൊരു സംശയം ഉണ്ടാവാറുണ്ട്. കൈ കിട്ടിയവന്റെ കഴുത്തിറക്കാതെ അവനോട് ലെക്ചർ അടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇപ്പോഴാ അത് ക്ലിയർ ആയത്. അതിനൊരു കിക്ക് ഉണ്ടെന്നുള്ളത്. ഞാനതിന്റെ ലഹരിയില്ല. ഗുഡ് ന്യൂസ്. ഞാൻ നിന്നെ ഉടനെ കൊല്ലാൻ പോകുന്നില്ല. നീ കൂടുതൽ വേദനിക്കുന്ന കാണണം എനിക്ക്. എങ്ങനെ അച്ഛാ, നിന്റെ കൺമുമ്പിലിട്ട് നിന്റെ തന്ത ഞാൻ കൊല്ലാൻ പോകും. ഏയ്, ബാദുഷയുടെ തന്ത ഇങ്ങോട്ട് കൊണ്ടുപോടാ. പുലി അഴിക്കുള്ളിലാണെങ്കിലേ സമാധാനിക്കാൻ കഴിയൂ. അത് പുറത്തു വന്ന് വേട്ടയാടാൻ ആരംഭിച്ചാൽ തടയാൻ കഴിയൂടാ. ബാദ്ഷാ, നിനക്ക് വേണ്ടി ഹോങ്കോങ് പോലീസ് മാത്രമല്ല, മൊത്തം ഇന്റർപോളെ തേടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കേ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്.
ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്വന്തം സെക്യൂരിറ്റിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഇടുങ്ങിയ മനസ്സുള്ളവരാണ്. സമൂഹത്തിന്റെ ഭദ്രതയെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. ഡോണ്ട് ബി സെൽഫിഷ്, സീ ദ നീഡ്സ് ഓഫ് ഫിഷ്. ഇനി ടിഫിൻ കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ടിങ്കി പിങ്കി, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. എന്തെങ്കിലും ഐഡിയ. ചേച്ചി, ഞാനിപ്പോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് വരികയാ. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ഇതെന്താ ചേച്ചി, എന്നും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടല്ലേ ടിഫിൻ കഴിക്കാറുള്ളത്? ഇന്നത്തെ കൂളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഒന്നുമില്ല, എന്റെ ഇന്റീരിയർ ഡിസൈൻ കോഴ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇന്ത്യയിലേക്ക് പോകുന്ന തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ലാസ്റ്റ് 10 days മെമ്മറബിൾ ആക്കി മാക്സിമം എൻജോയ് ചെയ്യണം എനിക്ക്. അല്ല, ഇത് എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ട്? ആദ്യം പറഞ്ഞ കിക്ക് ഉണ്ടാവില്ല. വെയിറ്റ് ഡോൾസ്. ചൗ 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 ക്രിസ്റ്റഫർ. ചൗ ആൻഡ്രിയ. ചൗ ചൗ. ഇത് ടൂ മച്ചാ ചേച്ചി. എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കുക. അടുത്തുള്ളവർക്ക് പോലും നമ്മുടെ പേര് അറിയില്ല. എന്നാൽ ഇവിടെ എല്ലാവർക്കും ചേച്ചിയുടെ പേര് പരിചിതമാണല്ലോ. VIP ആയി പോയി. സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിലായി. ചേച്ചിയാണ് റിവേഴ്സ് ഗിയറിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന തോന്നണല്ലോ. എന്തൊക്കെ നടക്കോ ആർക്കറിയാം. ചൗ ഏഞ്ചൽ. ചാവെന്ന് കേട്ട് കൺഫ്യൂഷൻ ആകണ്ട. ഇറ്റാലിയൻ ഭാഷയിൽ ഹലോ എന്നാണ് അർത്ഥം. എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണല്ലോ കൂട്ടിക്കൊണ്ട് വരുന്നത്. തിടുക്കപ്പെടാതെ ഫോളോ മീ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. വി വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് ബ്ലഡ്. ടിഫിൻ കിട്ടുന്ന വെച്ചാ വന്നത്. ഇപ്പത്തെ ബ്ലഡ് കൊടുക്കാൻ ഞാനില്ല. നോക്കൂ, സ്വാർത്ഥത വ്യസനകരമാണ്, അത് ദുരന്തവുമാണ്. സഹായം മഹത്തരമാണ്, അതിൽ ആനന്ദമുണ്ട്. ഞങ്ങൾക്ക് ആ ആനന്ദം വേണ്ട. Ma'am, we need B positive blood for a patient. Can you arrange B positive blood? യെസ്, വൺ സെക്കൻഡ്. എന്താ മോളെ അർജന്റായിട്ട് വരണമെന്ന് ഫോൺ ചെയ്തത്? എന്തെങ്കിലും വിശേഷിച്ച്? പതിവ് പരിപാടിക്ക് തന്നെ ഡാഡിയുടെ ബ്ലഡ് കൊടുക്കാനാ. എന്റെ ബ്ലഡോ? ഈ എന്താ ഈ പറയുന്നത്? ഷൂട്ടിംഗ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ എന്താ ടെൻഷൻ അറിയാമോ? മാത്രമോ സൂപ്പർ സ്റ്റാർ ലൊക്കേഷനിലുണ്ട്. എളേച്ച, ഷൂട്ടിംഗ് നിന്ന കാശ് പോകുന്നേ ഉള്ളൂ. ബ്ലഡ് കൊടുത്താ കിട്ടുന്ന പുണ്യമാ. 6 മാസം കൂടുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഞാനാകെ ക്ഷീണിതനായി പോകും. അതിന് ആപ്പിൾ തരാലോ. ഓ, എങ്ങനെയാ ഫോർ ബ്ലഡ് ഡൊണേഷൻ? യെസ് യെസ്, കൊണ്ടുപോയി. അല്ല, ഞാൻ എനിക്ക് പോയിട്ട് തിരക്കുള്ളതാ. 1 ലിറ്റർ ബ്ലഡ് അവർ കുത്തിയെടുത്ത, എന്നിട്ട് ഈ ഒരു ആപ്പിളേ ഉള്ളു മോളെ. എളേച്ച, ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ആണെങ്കിൽ എന്താ? നോക്കു ചെറിയച്ച, നല്ലത് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടാ. നിങ്ങൾ നല്ലത് ചെയ്തു, നിങ്ങളുടെ നല്ല ഫലം കിട്ടും. ഇതൊക്കെ വെറുതെ മോളെ. കഴിഞ്ഞ മാസം എന്റെ പ്രൊഡ്യൂസർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടം കൊടുത്തു. എന്നിട്ടോ അയാളിപ്പോ എന്റെ ഫോൺ കണ്ട എടുക്കുന്നുകൂടിയില്ല. ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് ഒരു വിലയില്ല മോളെ. മൊത്തം മനസാക്ഷി ഇല്ലാത്ത ഒരു ലോകം. മോളോട് ഇതൊക്കെ പറഞ്ഞിട്ടെന്താ അല്ലേ? എളേച്ചനെ ഹേർട്ട് ചെയ്തു. ഹലോ. ആ, അത് ശരി. താങ്ക്സ് ഡാ. എന്താ എളേച്ച? ആ പ്രൊഡ്യൂസർ കാശരാന്ന് പറഞ്ഞു വിളിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ നാവ് പൊന്ന മോളെ. നിങ്ങളുടെ അച്ഛന് വിവരമില്ല. ബ്ലഡ് കൊടുക്കൂന്നല്ലാതെ ബുദ്ധിയുണ്ടോ? അവരുടെ ഗ്രൂപ്പ് വേറെ അല്ലേ മോളെ. എന്റെ വിശാല ഹൃദയമൊന്നും അവർക്കില്ല. എളേച്ച, ഇനി ഇവിടെ നിന്ന് അപകട, പെട്ടെന്ന് സ്ഥലമിടാം. ഹൃദയം എന്ന് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഇന്ന് വേൾഡ് ഹാർട്ട് ഡേയാ. ഉടനെ ചൈൽഡ് ഹോസ്പിറ്റലിൽ പോവാം. ദൈവമേ, അവർക്കും കൂടി കൊടുക്കാനുള്ള രക്തം എന്റെ ശരീരത്തിലില്ല. എളേച്ച, ഇനി എന്നെ കൊണ്ട് വയ്യ ചേച്ചി. ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ബെഗേഴ്സ് ആയി നിക്കണോ? എന്താവശ്യത്തിനാ ഇത്? അങ്ങനെ അല്ലടി. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവരുടെ കണ്ണിലേക്ക് നോക്കിയാ സൈറ്റ് അടിക്കാണോന്ന് ഡൗട്ട് ഉണ്ടാവും. ചേച്ചി, നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പോയി കളക്ഷൻ ഉണ്ടാക്കാൻ നോക്ക്. കളക്ഷൻ ഉണ്ടാക്കാൻ നമ്മളത് തിരുപ്പതിക്ക് നേർച്ചെടുക്കുക. ടോട്ടൽ കളക്ഷൻ 5 യൂറോ ഉണ്ട്. ഇന്നത്തേക്ക് എന്തായാലും അത് മതി. നോ വേ. എന്റെ ടാർഗറ്റ് 10,000 euros പൂർത്തിയാകാതെ ഞാൻ എങ്ങോട്ടുമില്ല. 10,000 യൂറോയോ? Yes. അതിന് ബാങ്ക് കൊള്ളയടിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. സേവന താല്പര്യമുള്ളവർക്ക്. എന്താ സേവന താല്പര്യോ? എന്തായാലും നിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പുതിയ ഡിക്ഷണറി വേണം. നിന്റെ ടാർഗറ്റ് പൂർത്തിയാക്കണമെങ്കിൽ മൈക്കിൾ